എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. നമ്മുടെ തവള തമ്പി ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ട്. നീ ഇങ്ങനെ ചിരിക്കരുത്, നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. എന്റെ അമ്മോ, ആലോചിച്ചിട്ട് തന്നെ ടെൻഷൻ ആവുന്നു. ആളൊരു സുന്ദരനായ മതിയായിരുന്നു. ആണെങ്കിൽ അവനെ കിട്ടി നീ ജർമ്മനിലേക്ക് പറക്കോ? പറഞ്ഞേക്കാം, ആദ്യം ആളെ കാണട്ടെ. നിങ്ങളുടെ അനിയൻ ആകാശ് മേനോൻ. സാറിന്റെ ആത്മാർത്ഥ സംശയിച്ച സ്ഥിതിക്ക് ജാനിയെ കുടിക്കണതിൽ കാര്യമില്ലല്ലോ. ഞാൻ പോട്ടെ. രണ്ടും കൂടെ കുറെ. അയ്യരെ, ഇവിടെ കണ്ടാലേ തലക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? ആരാ? വല്ലാത്തൊരു വാശിക്കാരൻ, ഒരു പ്രത്യേക ടൈപ്പാണ്. കച്ചട ഇയാളുടെ ഈ ശരീരപ്രകൃതം തന്നെ ലക്ഷണപെശകുള്ളതാണ്. മാതൃക പട്ടണി ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റിയ കോലം. നന്നായാ മതിയായിരുന്നു. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ചിരിക്കലേ പേടിയാവണു. ചേട്ടാ ഒന്ന് പതുക്കെ ഓടിക്കണേ, കുലുക്കാതെ. മാക്സിമം സ്മൂത്തായിട്ടാ ചേച്ചി ഓടിക്കുന്നത്. പല്ല് കേൾക്കാറില്ലല്ലേ? ആ ബുദ്ധിജീവിടാ, എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് പാടാ. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറാ. ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. എങ്ങനെ ഇരിക്കണം? ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണി. നല്ല അനുസരണയുള്ള ചെക്കൻ. എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. ആ മുട്ടത്തറിന് ഭ്രാന്തുണ്ടോ? പല സൈസ് വട്ടം കണ്ടിട്ടുണ്ട്, ഇതുപോലെ കുഴപ്പം പിടിച്ചൊരു വട്ടം ഞാൻ ആദ്യമായിട്ട് കാണുക. പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചു. എല്ലാം വിധിയുടെ വിളയാട്ടം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇത് വെറും വേസ്റ്റ്. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഫോർ യു.